ഹായ് കൂട്ടുകാരി, ഞാൻ ഇന്നൊരു ചെറിയ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ സുഹൃത്തുക്കളായ 3 ദരിദ്രർ ജീവിച്ചിരുന്നു. ധനികരായിരുന്ന ഗ്രാമവാസികൾ അവരെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ശകാരിക്കുകയും ചെയ്തിരുന്നു. ഗതിയില്ലാതെ മൂവരും നാടുവിടാൻ തീരുമാനിച്ചു. വഴിയിൽ വെച്ച് അവർ മുഷിഞ്ഞ കോട്ട് ധരിച്ച ഒരു വൃദ്ധനെ കണ്ടുമുട്ടി. വൃദ്ധൻ അവരോട് ചോദിച്ചു, "നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്?" അവർ പറഞ്ഞു, "ഞങ്ങൾ പാവങ്ങളാണ്. നാട്ടുകാരുടെ ദ്രോഹവും പരിഹാസവും സഹിക്കാൻ വയ്യാതെ നാടുവിട്ടിറങ്ങിയതാണ്." ഇത് കേട്ട വൃദ്ധൻ തൻ്റെ കോട്ടിനുള്ളിൽ നിന്ന് 3 ഗോലികളെടുത്ത് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് പറഞ്ഞു, "സുഹൃത്തുക്കളെ, ഈ ഗോലി കയ്യിൽ പിടിച്ച് നടന്നോളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗോലി വീഴുന്ന സ്ഥലത്ത് കുഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ഐശ്വര്യം വരും." ശേഷം വൃദ്ധൻ അപ്രത്യക്ഷനായി. മൂവരും ഒരുമിച്ച് യാത്ര തുടർന്നു. ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഗോലി താഴേക്ക് വീണു. അവർ അവിടെ കുഴിച്ചു നോക്കി. അത്ഭുതം! 50 വെള്ളി നാണയങ്ങൾ! അയാൾ കൂടെയുള്ള 2 പേരോടുമായി പറഞ്ഞു, "സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ജീവിക്കാൻ ഇത് ധാരാളം വരും. നമുക്ക് തിരിച്ചു പോകാം." എന്നാൽ അവരിരുവരും അത് കേൾക്കാൻ തയ്യാറായില്ല. നിധി കിട്ടിയയാൾ സന്തോഷത്തോടെ തിരിച്ചുപോയി. അല്പം കഴിഞ്ഞപ്പോൾ രണ്ടാമൻ്റെ കയ്യിൽ ഗോലിയും വീണു. ഉടൻ അയാൾ അവിടെ കുഴിച്ചു നോക്കി. അത്ഭുതം! 50 സ്വർണ്ണ നാണയങ്ങൾ! മൂന്നാമനോട് അയാൾ പറഞ്ഞു, "വരൂ, നമുക്കിത് കൊണ്ട് സുഭിക്ഷമായി ജീവിക്കാം. നമുക്ക് തിരിച്ചു പോകാം." "ഹയ്യടാ, ഒന്നാമൻ കിട്ടിയത് വെള്ളിയും രണ്ടാമന് കിട്ടിയത് സ്വർണവുമാണല്ലോ. അതുകൊണ്ട് എൻ്റെ ഗോലി വീഴുമ്പോൾ സ്വർണത്തേക്കാൾ മൂല്യമുള്ള മറ്റെന്തോ ലഭിക്കുമായിരിക്കും." ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മൂന്നാമൻ പറഞ്ഞു, "ഞാൻ യാത്ര തുടരുകയാണ്. വേണമെങ്കിൽ നിനക്ക് പോകാം." രണ്ടാമൻ സ്വർണ്ണനാണയങ്ങളുമായി സന്തോഷത്തോടെ മടങ്ങി. മൂന്നാമൻ യാത്ര തുടർന്നു. ഒത്തിരി ദൂരം നടന്നിട്ടും മൂന്നാമൻ്റെ കയ്യിൽ നിന്ന് ഗോലി താഴെ വീണില്ല. ആർത്തി കൊണ്ട് ക്ഷമ നശിച്ച മൂന്നാമൻ ഒരിടത്തെത്തിയപ്പോൾ ഗോലി താഴെയിട്ടു. അവിടെ കുഴിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഒരുപാട് കുഴിച്ചിട്ടും നിധി കണ്ടെത്താനായില്ല. ഒടുവിൽ കുഴിയിൽ നിന്ന് ഒരു സർപ്പം പുറത്തു വന്നു. അയാൾക്ക് നേരെ പത്തി വിടർത്തി. അയാൾ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. ആർത്തിയും അത്യാഗ്രഹവുമാണ് എല്ലാ നാശത്തിനും കാരണം, മൂന്നാമൻ ചിന്തിച്ചു. അപ്പോൾ ഈ കഥയിൽ നിന്ന് കൂട്ടുകാരെ നമുക്ക് എന്താണ് മനസ്സിലായത്? അത്യാഗ്രഹം ആപത്ത് എന്നാണ് നമുക്ക് ഈ പാഠം പഠിപ്പിച്ചു തരുന്നത്.